തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തെക്കൻ കേരളം കടുത്ത ചൂടിലും പ്രചാരണ തിരക്കിലാണ് തെക്കൻ കേരളത്തിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. LDF മൂന്നാംഘട്ട പ്രചാരണത്തിലേക്ക് കടന്നപ്പോൾ UDFും NDAയും ഒന്നാംഘട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ്. തെക്കൻ കേരളത്തിലെ കടുത്ത ചൂട് തെരഞ്ഞെടുപ്പ് ആവേശത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല. ആദ്യഘട്ടം മുതൽ തന്നെ ഇടതുമുന്നണിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഇടത് സ്ഥാനാർത്ഥികളായ പന്നിൻ രവീന്ദ്രനും വി ജോയും EMS ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്ത പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് വി ജോയ് അരുവിക്കരയിലും പന്നിൻ രവീന്ദ്രൻ വട്ടിയൂർക്കാവിലും പിന്തുണ തേടിയെത്തി. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടക്കും. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു. കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി M മുകേഷ് ചവറ പന്മന ആശ്രമത്തിൽ ദർശനം നടത്തിയ ശേഷം ചവറയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമ്മതിദായകരെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു. കൊല്ലത്ത് LDFും UDFും പ്രചരണ രംഗത്ത് സജീവമായെങ്കിലും NDAയ്ക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായില്ല. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതെന്ന വിമർശനം മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് ജനങ്ങളോട് സംവദിച്ചും ആശയങ്ങൾ പങ്കിട്ടുമാണ് പ്രചരണം നടത്തുന്നത്. തിരുവല്ല, ആറന്മുള നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തോമസ് ഐസക്കിന്റെ ഇന്നത്തെ പ്രചരണം. UDF സ്ഥാനാർത്ഥി ആന്റോണിയുടെ മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടക്കും. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ട പിന്തുണ തേടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, പത്തനംതിട്ട.